ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കനും ഓട്സും വെച്ചിട്ടൊരു ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ്. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട മസാല ആഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, ചിക്കൻ മസാല എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചിക്കൻ നന്നായി പിടിക്കുന്ന വിധത്തിലുമാണ് നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇനി ചിക്കൻ കൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഓട്സ് ആണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് നമ്മുടെ മസാലാസ് ആഡ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതേ രീതിയിലുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. ഇത്രയും തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ മാവ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ എടുക്കാം. ചിക്കൻ ഓരോ പീസസും എടുത്തിട്ട് നമ്മൾ ഈ മാവിൽ മുക്കി ഓട്സിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. നമുക്ക് എല്ലാ ചിക്കൻ പീസസും അതുപോലെ ഓട്സിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം കൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ എണ്ണയിലോട്ട് ഈ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ ഓട്സൊക്കെ കരിഞ്ഞു പോകും, ചിക്കൻ പീസ് വെന്ത് കിട്ടില്ല. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് അടച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ പീസസ് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഈ ബാക്കിയുള്ള പീസസ് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.